നമസ്കാരം, ഞാൻ രാകേഷ് MG. നമ്മുടെ വാഹനത്തിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, അതായത് വാഹനത്തിൽ വെള്ളം കയറുന്ന കേസ് ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളത്തിൽ കൂടെ ഓടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അറിയാതെ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടിയുണ്ട്? അല്ലെങ്കിൽ വാഹനത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഓരോ കംപ്ലയിൻറ്റ്സ് കാണിച്ചു തുടങ്ങുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ശ്യാംലാലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വണ്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെങ്കിൽ അറിയാൻ പറ്റും ബ്രോ? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ വെള്ളം കയറിപ്പോയി, അപ്പോൾ ഇൻ ദ സെൻസ് വെള്ളം കയറിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ടയറിൻ്റെ പകുതി പോർഷനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയത്തില്ല. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ വെള്ളത്തിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിനകത്തോട്ട് വെള്ളം ഇറങ്ങാൻ, ഡോറിൻ്റെ സൈഡിലത്തെ ബീഡിങ്ങോ അല്ലെങ്കിൽ ബാക്കിൽ നിന്നും അകത്തോട്ട് എയർ സക്ക് ചെയ്യുന്ന പോർഷൻ, അതായത് അകത്തുള്ള പ്രഷർ പുറത്തോട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഷട്ടേഴ്സ് വരുന്നുണ്ട്. ആ ഷട്ടേഴ്സിനകത്തോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബോഡിക്ക് അകത്തോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ക്യാബിനകത്തോട്ട് വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. ചാൻസസ് അല്ല, വെള്ളം ഇറങ്ങും, അതിലേ വെള്ളം കയറാം. പിന്നെ നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ സൈഡ് കാര്യങ്ങളെല്ലാം വെള്ളം ഇറങ്ങും. അതിനകത്ത് വെള്ളം കയറുന്നത് നമ്മൾ സാധാരണ വാഷ് ചെയ്യുമ്പോൾ അത്ര പ്രശ്നമില്ല. പക്ഷേ മുങ്ങി നിൽക്കുന്ന സമയത്തുള്ളൊരു പ്രോബ്ലമാണ് ഞാൻ ഈ പറയുന്നത്. ക്ലച്ചിൻ്റെ പോർഷനിൽ വെള്ളം ഇറങ്ങാം. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും അറിയത്തില്ല അല്ലെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കത്തില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ മെയിനൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട്, അതായത് വിത്തിൻ സെക്കൻഡ്സ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഷട്ട് ഡൗൺ ആവും, ഓഫായിപ്പോൾ. ഒരു പൊട്ടിത്തെറിക്കുന്നൊരു ഒച്ചയും കേട്ട് വാഹനം ഓഫായിപ്പോൾ. പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കിയാൽ സ്റ്റാർട്ടാകത്തില്ല. അത് ഒരു മേജർ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ലാസ്റ്റ് പറഞ്ഞൊരു കേസ് നമുക്കെല്ലാം അറിയാൻ സാധിക്കും. എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലും രീതിക്ക് അതിനകത്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായി നോക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാവുള്ളൂ. വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെയൊക്കെ ആ ഒരു ലെവലിനകത്ത് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ, അധികം നാൾ ഞാൻ പറയുന്നില്ല, കുറച്ച് നാൾ. കാരണം നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വാഹനം സ്റ്റാർട്ടാകാത്തത്, അതായത് സ്റ്റാർട്ട് ചെയ്യാത്ത വാഹനങ്ങൾ ടോ ചെയ്ത് നമ്മുടെ കമ്പനിയിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട്, അതായത് കമ്പൽസറി ആയിട്ട് കംപ്ലയിൻസ് ഇല്ലെങ്കിലും മാറാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു പോർഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇൻഷുറൻസ് തന്നെയായിരുന്നു മാറിക്കൊടുത്തിരുന്നത്. അതായത് ഇൻക്ലൂഡിങ് ഓൾട്ടർനേറ്റർ, AC കംപ്രസർ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും കംപ്ലയിൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ സമയത്ത് തന്നെ ലോക്കലിൽ കൊടുത്ത് അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് നന്നാക്കിയ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. വാഹനം പുറത്ത് കൊടുത്ത് ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വാഹനം ഓടിച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ സ്ഥലത്തുനിന്ന് സൗണ്ട് വരാൻ തുടങ്ങി. അതായത് ഓരോ ബെയറിങ്സിനകത്തുനിന്നും ഗ്രീസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഈ ബെയറിങ് ഒരയാനുള്ള സൗണ്ട് തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ബെയറിങ്ങിൻ്റെ ഗ്രീസ് എല്ലാം പോയിട്ട് ഇത് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അത് ഓരോ കാര്യങ്ങൾ, ഓൾട്ടർനേറ്റർ, ക്ലച്ചിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഗിയർ ബോക്സ്, ഈ ഗിയർ ബോക്സിനകത്തൊക്കെ ശരിക്കും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെന്ന് വരും. അല്ലെങ്കിൽ കാരണം നമുക്ക് അറിയാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് ഇല്ല. ഓടിക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ വാഹനത്തിൻ്റെ ക്ലച്ചിൽ വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത ദിവസം വാഹനം എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അതായത് അടുത്ത ദിവസം വാഹനം എടുക്കുമ്പോൾ ഗിയർ വീഴത്തില്ല, ക്ലച്ച് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇടാൻ നോക്കിയാൽ നടക്കത്തില്ല. ഇത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഫ്ലൈ വീലുമായിട്ട് ഒട്ടിയിരിക്കുകയാണ്, ഇത് ഡിസെൻഗേജ് ആകുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഊരിയെടുക്കാൻ അല്ലെങ്കിൽ വാഹനം ഓടിക്കാനൊക്കെ പറ്റും. അതായത് നമുക്ക് കുറച്ചൊരു രീതി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗിയർ ഇട്ട് വാഹനം ചാടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്തുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 വട്ടം ഫ്രണ്ടിലോട്ടും റിവേഴ്സ് ഇട്ടുകൊണ്ട് ബാക്കിലോട്ടും ഇങ്ങനെ ഒരു 2-3 വട്ടം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, വാഹനത്തിൻ്റെ ഗിയർ വീഴുന്നില്ല, പിന്നെ എങ്ങനെ ഗിയർ ഇടാൻ പറ്റും? വാഹനം ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഗിയർ എല്ലാം വീഴും. അങ്ങനെ ഗിയർ ഇട്ടുകൊണ്ട് ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ക്ലച്ച് ഡിസെൻഗേജ് ആകുന്നതായിരിക്കും. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്ലച്ച് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ ഫ്ലൈ വീല് കാര്യങ്ങളൊക്കെ, അതിനകത്ത് വരുന്ന മെറ്റൽ പോർഷൻസ് ഒക്കെ റസ്റ്റ് എടുക്കാൻ തുടങ്ങും. ഫ്ലൈ വീലിനകത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ റിലീസ് ബെയറിങ്, ക്ലച്ചിനെ തള്ളാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിലീസ് ബെയറിങ്, ക്ലച്ച് ഡിസ്കിനകത്ത് വരുന്ന അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഫ്ലൈ വീലേ വരുന്ന ഫിംഗേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം റസ്റ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അതും ഭാവിയിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗിയർ ബോക്സിനകത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അറിയത്ത് പോലുമില്ല. ഇത് പതഞ്ഞു പോയി, അത് ഒരുമാതിരി പാല് പോലെ, അതായത് ഓയിലും വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് റസ്റ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. ഗിയേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്യത്തില്ല. ഗിയേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ഓയിലിൻ്റെ അംശം വരുന്നതിന് പകരം ഓയിൽ ഇല്ലാതെ ഓടി ഇതിനകത്ത് തേയ്മാനം ഉണ്ടാവും. അങ്ങനെ ഗിയർ ബോക്സിന് പ്ലേ വരും, ഗിയർ ബോക്സിന് സൗണ്ട് വരും, ഗിയർ ബോക്സിന് ഗിയർ വീഴാതെ വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉറപ്പായിട്ട് ഓടിച്ച് നോക്കുക. ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങൾ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിയിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ മേളത്തെ പോർഷൻ കൂടെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുപോയി ഗിയർ ഓയിൽ റീപ്ലേസ് ചെയ്തോണം. ഗിയർ ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും ഗിയർ ഓയിലിനകത്ത് ഓയിലിൻ്റെ അംശം
ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ഗിയർ ഓയിൽ ഒഴിക്കാവുള്ളൂ. ക്ലച്ചിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ക്ലച്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറി വിടുക. മാറി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ വലിയ കുഴപ്പം കാണിക്കുന്നില്ല, പിന്നെ ജർക്കിങ് കൂടുതൽ വരും, റിലീസ് ബെയറിങ്ങിന് സൗണ്ട് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ മുമ്പോട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നതായിരിക്കില്ല. പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മുടെ വീലിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറി വിടുന്നത് നല്ലതായിരിക്കും. അത് പ്രശ്നമുള്ള കേസല്ല, കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് വരുമ്പോൾ മാറി വിട്ടാലും മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറി വിട്ടോണം, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പണിയാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ബെയറിങ്ങൊക്കെ സ്റ്റക്കായി പോവുകയോ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടയറിനൊക്കെ ടയർ ഊരിപ്പോകാനുള്ള ചാൻസസ് വരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ വെള്ളം കയറിയ സമയത്ത് ഇതിലൊന്നും കയറാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയായിരിക്കും.